ഹലോ ആ ഞാൻ കാർത്തികയല്ലേ, ഞാൻ കാർത്തികയുടെ പേഴ്സണൽ ഡോക്ടറാണ്. പേര് ചാരുലത. ഓക്കെ. അതെ, കാർത്തികയ്ക്ക് പെട്ടെന്ന് BP ലോ ആയിട്ട് ഞങ്ങളിവിടെ ഒബ്സർവേഷനിൽ ഇരുത്തിയേക്കുക. നിങ്ങളിങ്ങനെ ഓഫീസിൽ ഇത്രയും കഠിനമായ പണികൾ ഇങ്ങനെ ഏൽപ്പിക്കരുത് ഒരാൾക്ക്. എനിക്കിനൊന്നും കേൾക്കണ്ട. ഇനി നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം. ശരി അച്ചോ. പ്രോബ്ലം സോൾവ്. എന്ത് സോൾവ്? കുറച്ച് കഴിഞ്ഞാലും ഞാൻ തന്നെ വരയ്ക്കേണ്ടത്. എടി, നിനക്ക് വരയ്ക്കാനുള്ള ഒരു സാവകാശമായിട്ട് ഞാൻ ഉണ്ടാക്കി തന്നത്. ഞാൻ വല്ല പറയോട്ടെ ഇവിടെ. ഡിഡി ഒന്നും പറയണ്ട, സ്മരണ വേണം. ചാരു ഡി ദിയെ വിളിച്ചായിരുന്നു. അവൾ എന്താ പ്രശ്നത്തിലാന്ന് തോന്നുന്നു. നീ ഒന്ന് തിരിച്ചു വിളിച്ചേ. സ്വിച്ച് ഓഫ് ആണല്ലോ ഡി. അവളെന്താ പറഞ്ഞത് നിന്റെ അടുത്ത്? അവൾ എവിടെയോ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ പെട്ടെന്ന്? സ്ഥലം ഒന്നും പറഞ്ഞത് ക്ലിയർ ആയില്ല. എടി, അവൾ ഇവിടുന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആടി, ക്രിസ്മസിനും കൂടി എനിക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. പിന്നെന്ത് പറ്റി? ഇതിപ്പം ആ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫോണിലെ കോൾ റെക്കോർഡിങ് ആക്റ്റീവാ, നമുക്കൊന്ന് കേട്ടു നോക്കാം. ചാരു, ഞാൻ ദിയാണേ. ഞാൻ ഈസി ജോബ് കൺസൾട്ടൻസി വഴി അവരടുത്ത് ജോലിക്ക് കയറിയതാ. ഇവിടെ ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇവിടെ പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും നിങ്ങളിവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്ത്. ഇതിലവള് സ്ഥലത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എവിടെയാന്ന് വെച്ചാൽ പോയി നോക്കുക. എടി, ആ കൺസൾട്ടൻസിയിൽ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അഡ്രസ്സും ഇതൊക്കെ അറിയാൻ പറ്റത്തില്ലേ? ബ്രില്യന്റ് ഐഡിയ. ആടി, എന്തോ ഈസി ജോബ് കൺസൾട്ടൻസി എന്തോല്ലേ പറഞ്ഞു. അത് തന്നെ, നീ നോക്ക്. ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്യട്ടെ. എടി, നമ്പർ കിട്ടി. നമ്മുടെ ഇവിടെ ഈ സ്പോട്ടിൽ എവിടെയോ. നീ കോൾ ചെയ്ത് നോക്ക്. എടി, നീ വിളിച്ചിട്ടേ എനിക്കിതാ, ഞാൻ സംസാരിക്കാം. അതെന്താ ചാരു സംസാരിച്ചാ പോരെ? എടി, അതൊക്കെ ഒരു മയത്തിൽ സംസാരിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. നീ വിളിക്കും, മാഡത്തിൻ്റെ അടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ സംസാരിക്കട്ടെ. അടിയാ, മാഡത്തിൻ്റെ അടുത്ത് കൊടുക്കാന്ന്. ഹലോ, ഒരു സെക്കൻഡ്, ഞാൻ മാഡത്തിന് കൊടുക്കാവേ, ഒരു മിനിറ്റ്. ഹലോ, ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ദ്രജ വിളിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഈസി ജോബ് കൺസൾട്ടൻസിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, അതിനു മുന്നേ എനിക്കൊരു കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. വൺ മിസ് ദിയ. നിങ്ങൾ അവളെ എവിടെയാണ് ജോലിക്ക് പറഞ്ഞു വിട്ടത്? ശരി. ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാം. അഡ്രസ് ചോദിക്കാം. അഡ്രസ്? ഓക്കെ. എടി, ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഐഡിയ ആയിരുന്നില്ലേ? അളിയ, അഡ്രസ്സ് കിട്ടി. മണക്കാട് ഏതോ മാത്യുവിൻ്റെ വീട്ടിലാണ് അളിയ. വീട്ടിലാ? വീടെന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്തായാലും സംഭവം കണ്ടുപിടിക്കണ്ടേ. നമുക്കെന്നാ പോലീസിനെ അറിയിച്ചാലോ? എൻ്റെ ആളിയ, ആദ്യം അവളെ എവിടാന്ന് കണ്ടുപിടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സീനാവൂലേ പോലീസിനൊക്കെ അറിയിച്ച അവക്ക്. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോണ്? അങ്ങ് പോവാ. നേരെ അങ്ങ് പോവാം. ഞാൻ വന്നില്ലട്ടാ, എനിക്ക് പ്ലാൻ വരയ്ക്കാനുണ്ട്. എന്തോ കറുത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോ എല്ലാരും കൂടെ നീ മാത്രം ഇങ്ങനെ പോണത്? എന്റെ വായിലിരിക്കണ പൂജ്യം വെട്ടി കളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്റെ ജോലി പോണ പ്രശ്നോടി. ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാം, നിങ്ങൾ പോയിട്ട് വാ. അല്ല, അപ്പൊ നമ്മൾ മൂന്നുപേര് മാത്രം പോയാൽ മതിയോ? അയ്യോ വേണ്ട, നമുക്ക് യൂണിയനിൽ പോയി കുറച്ച് കൂലിക്കാരെയും കൂടി വിളിച്ചിട്ട് പോവാം. അതുള്ളല്ലോ. ഏത് യൂണിയൻ? മടി മര്യാദക്ക്.